നമസ്കാരം, ഇൻഫോടൈൻമെന്റിലേക്ക് അവർക്കും സ്വാഗതം. +1 സോഷ്യോളജി 2026 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ആൻസറുമാണ്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സെഷനാണ്. ടോട്ടൽ ചാപ്റ്റേഴ്സ് 2 വീഡിയോ സെഷനായി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. അതിലെ ആദ്യത്തെ വീഡിയോ സെഷനാണിത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ഇൻട്രഡക്ഷൻ ആണ്. സോഷ്യോളജിയുടെ ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള ഓഗസ്റ്റ് കോംറ്റ് സോഷ്യോളജിക്ക് ആദ്യം നൽകിയ പേര് സോഷ്യൽ ഫിസിക്സ് എന്നാണ്. ഒറിജിൻ ഓഫ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് കോംറ്റിന്റെ കോൺട്രിബ്യൂഷൻസ്, കോംറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചും കൂടുതൽ വീഡിയോ സെഷൻ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. കോംറ്റിന്റെ കോൺട്രിബ്യൂഷൻസ്, ദി ഹയർക്കി ഓഫ് സയൻസ്, ലോ ഓഫ് 3 സ്റ്റേജസ്, റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. തുടർന്ന് സോഷ്യോളജിയുടെ സെക്കൻഡ് ഫൗണ്ടിംഗ് ഫാദർ ആയിട്ടുള്ള സോഷ്യോളജിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ, കൈവച്ച എല്ലാ മേഖലയിലും വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഹെർബർട്ട് സ്പെൻസറിന്റെ കോൺട്രിബ്യൂഷൻസ്, ഓർഗാനിക് അനലോജി, അതുപോലെ തന്നെ സോഷ്യൽ എവല്യൂഷൻ, സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലേക്ക് കിടക്കണം. സീറേറ്റ് മിൽസിന്റെ കൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഹൗ സോഷ്യൽ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് വിത്ത് പബ്ലിക് ഇഷ്യൂസ്, എങ്കിൽ വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സീറേറ്റ് മിൽസിന്റെ കൺസെപ്റ്റാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നത്, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ സഹിതം എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു യൂണിഫോം സൊസൈറ്റി അല്ല, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഉള്ളത്. അവിടെ ധാരാളം ഡൈവേഴ്സിറ്റികളുണ്ട്, ധാരാളം പ്ലൂറാലിറ്റി ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്? ലാംഗ്വേജ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, റേസ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. സോ തിങ്സ് ആർ ഡിഫറെന്റ് അല്ലേ. സോ ദർ ഈസ് എ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റനുകളെ കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. എക്സാം വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റൻ, അതിന്റെ ആൻസറിനെ കുറിച്ച് ഒരു സെഷൻ ഈ ഒരു ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. വൺ വേർഡ് ക്വസ്റ്റനുകളെ കുറിച്ച് മറ്റൊരു വീഡിയോ സെഷൻ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. കോമൺ സെൻസും സോഷ്യോളജിയും, അല്ലെ കോമൺ സെൻസും സയൻസും തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. അത് വിത്തൗട്ട് സയന്റിഫിക് ബേസ്, ഇറ്റ് കനോട്ട് ബി വെരിഫൈഡ് ഓർ പ്രൂവ്ഡ്, ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ്, ഇറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് പേഴ്സൺ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് ഇവിടെ സോഷ്യോളജിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലക്ച്വൽ ഐഡിയാസ്, അതുപോലെ തന്നെ അതിനകത്ത് പ്രധാനമായും വരുന്ന എവല്യൂഷൻ തിയറീസ്, വെസ്റ്റേൺ തോട്ട്സ്, ഫ്രഞ്ച് റവല്യൂഷൻ, എൻലൈറ്റ്മെന്റ്, സോഷ്യൽ സർവീസ്, എക്സെട്ര ആണ്. അപ്പം സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കോംറ്റിന്റെ കോൺട്രിബ്യൂഷൻസ്, സ്പെൻസറിന്റെ കോൺട്രിബ്യൂഷൻസ്, അത്യാവശ്യം അത് വേണമെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അത് ഒന്ന് കരുതിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ട്രഡീഷൻ, ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മുൻപ് പറഞ്ഞ പോലെ തന്നെ യൂസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജി പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതുപോലെ തന്നെ സോഷ്യോളജി കൊണ്ടുള്ള യൂസ്, അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുടർന്ന് കമ്പയർ സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്. അപ്പോൾ സോഷ്യോളജിയും മറ്റ് സോഷ്യൽ സയൻസുമായിട്ട് കമ്പാരിസൺ ആണ്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യോളജിയും സൈക്കോളജിയുമാണ് എടുക്കുന്നതെങ്കിൽ സോഷ്യോളജിയിലുള്ള അറിവ് സൈക്കോളജി പഠനത്തിന് സഹായകരമാണ്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിക്കുക. കാരണം ഒരു സൊസൈറ്റിയുടെ, ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലെ ഇന്ററാക്ഷന്റെ നേച്ചറിനെ കുറിച്ച് അറിയാമെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം, എന്തുകൊണ്ട് അവരങ്ങനെ പെരുമാറി, എന്തുകൊണ്ടാണ് അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ തുടർന്ന് നമ്മൾ അതിന്റെ ഡിഫറൻസിലേക്കാണ് പോകേണ്ടത്. സോഷ്യോളജി സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബേസ്ഡ് ആണ്, സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. ഒരു ഇൻഡിവിജ്വലിനെ കിട്ടിയാലും സൈക്കോളജിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സോഷ്യോളജിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് വേണം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും നിങ്ങൾ അതൊരു ടേബിൾ ആയിട്ട് എഴുതുക. ഇവിടെയല്ല ഈ സോഷ്യൽ സയൻസുമായിട്ടുള്ള കമ്പാരിസണിൽ സോഷ്യോളജി ഒന്നുകിൽ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എല്ലാ കമ്പാരിസണിലും എഴുതുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിട്ട് എഴുതി കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ടൈംസ്, കൺസെപ്റ്റ് ആൻഡ് യൂസ് ഓഫ് സോഷ്യോളജി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് സോഷ്യോളജിയുടെ, പ്രത്യേകിച്ചും ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഈ കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജിയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, അപ്പം സോഷ്യോളജിസ്റ്റ്, എസ്പെഷ്യലി വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. കാരണം ഏതൊരു സയൻസിനും അതിൻ്റെതായിട്ടുള്ള കുറേ കൺസെപ്റ്റുകളുണ്ട്, തിയറികളുണ്ട്. അപ്പോൾ കൺസെപ്റ്റും തിയറിയും ഫാക്റ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഫാക്ട്, എന്താണ് കൺസെപ്റ്റ്, എന്താണ് തിയറി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായും വരുന്ന കൺസെപ്റ്റുകൾ, ഒന്ന് സൊസൈറ്റി, ദെൻ കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനുശേഷം ഗ്രൂപ്പ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്താണ് സൊസൈറ്റി, എന്താണ് കമ്മ്യൂണിറ്റി, എന്താണ് അസോസിയേഷൻ, എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സിലബസിൽ എല്ലാം ഉണ്ടാവണമെന്നില്ല. ഓക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ട് തുടർന്ന് സോഷ്യൽ ഗ്രൂപ്പിലേക്കാണ് കിടക്കുന്നത്. എന്താണ് ഗ്രൂപ്പ്? ഗ്രൂപ്പ് ഈസ് എ സ്മോൾ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സാമൂഹ്യ ഇടപെടലിന്റെ ഒരു ചെറിയ സിസ്റ്റമാണ്. അപ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ ഉള്ള ഏറ്റവും ചെറിയ ഒരു സിസ്റ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്സിനെ കണക്കാക്കാം. ഏറ്റവും ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയാഡ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 people. Then when 3 people it become triad. അപ്പം ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറയാൻ ശ്രമിക്കുക. തുടർന്ന് ഗ്രൂപ്പിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ബൈ WG Sumner. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഈസ് ഓൾസോ നോൺ ആസ് വി ഗ്രൂപ്പ് ആൻഡ്
പേ ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബൈ C.H. കൂലി, ചാൾസ് ഹർട്ടൺ കൂലി. ഇവിടെ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് പറയുമ്പോൾ ഏറ്റവും നല്ലത് ഏത് ഗ്രൂപ്പിലാണ് പ്രൈമറി റിലേഷൻ ഉള്ളത് ആ ഗ്രൂപ്പിനെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ തുടർന്ന് നമ്മൾ എഴുതണം എന്താണ് പ്രൈമറി റിലേഷൻ. പ്രൈമറി റിലേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, ഇന്റിമസി, cooperation, personal relation, informal relation, etc. Usually primary group is small group. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് സെക്കൻഡറി ഗ്രൂപ്പിൽ വരുന്നത്. എന്താണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, എന്താണ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ് അഥവാ ക്വാസി ഗ്രൂപ്പ്, അത് മനസ്സിലാക്കിയിരിക്കുക. ക്വാസി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് മാസ്, ക്രൗഡ്, മോബ് എക്സെട്ര. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ് എന്താണ് റെഫറൻസ് ഗ്രൂപ്പ്. ഉദാഹരണത്തിന് ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഹാവിംഗ് എ കോമൺ സെന്റർ ഓഫ് അറ്റൻഷൻ. ഒരു പൊതു ശ്രദ്ധാ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ ഊന്നി നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണ് ക്രൗഡ്. അതുപോലെ തന്നെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻ ഗ്രൂപ്പ്, ബട്ട് ഇൻ സം ടൈം ദേ ഓൾസോ try to imitate some other groups' mannerisms. The other groups which influence people in spite of their in-group are termed as reference group. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഇൻ ഗ്രൂപ്പിന് ഉപരിയായിട്ട് അവനെ സ്വാധീനിക്കുന്ന മറ്റു ഗ്രൂപ്പുകളെയാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണ സഹിതം എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതം, സ്കെച്ച് സഹിതം, റഫറൻസ് സഹിതം ഒക്കെ വേണം എഴുതി പോകാൻ. തുടർന്ന് അസോസിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അസോസിയേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ എ കോമൺ ഗോൾ. ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടമാണ് അസോസിയേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ എഴുതുക. സ്റ്റുഡൻസ് അസോസിയേഷനുകളൊക്കെ എക്സാമ്പിൾ, ട്രേഡ് യൂണിയൻ അസോസിയേഷന് എക്സാമ്പിൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ യൂണിയനുകളുടെ എക്സാമ്പിൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് സോഷ്യോളജി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സൊസൈറ്റി ഇസ് ഡിവൈഡഡ് ഇൻടു വേരിയസ് സ്ട്രാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഇക്വാലിറ്റീസ്. അതായത് ചില അസമത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ സ്ട്രേറ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കാസ്റ്റ്, ക്ലാസ്, എസ്റ്റേറ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ സിലബസ്, നിങ്ങളുടെ പുസ്തകത്തിൽ ഇതിനുപരിയായിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് സ്ലേവറിയും കൂടെ. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഫോംസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കണം. ഇവിടെ കാസ്റ്റ് എന്ന് പറയുന്നത് യൂണിക് ടു ഇന്ത്യ ആണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആണ്, വൈൽ എസ്റ്റേറ്റ് ഈസ് യൂറോപ്യൻ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് മീൻസ് സോഷ്യോ എക്കണോമിക് ഡിവിഷൻ ഇൻ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ഡിവിഷനാണ് എന്ന് പറയുന്നതെങ്കിലും കാൾ മാർക്സ് ക്ലാസിനെ മറ്റൊരു രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് എന്താണ്, കാസ്റ്റിനെ കുറിച്ചുള്ള ആൽബർട്ട് റിസ്ലിയുടെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ GS കുര്യയുടെ കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എഴുതേണ്ടതും. തുടർന്ന് സ്റ്റാറ്റസ് ആൻഡ് റോൾ. സ്റ്റാറ്റസ് ഇസ് ദ പൊസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ സൊസൈറ്റി, വൈൽ റോൾ ഇസ് ദ ഫങ്ഷണൽ ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് ടു ടൈപ്സ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അച്ചീവ്ഡ് മീൻസ് അച്ചീവ് ചെയ്ത്, നേടിയെടുത്തിരിക്കുന്നത്. അതായത് അവന്റെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും താല്പര്യം കൊണ്ടും ഇൻട്രസ്റ്റ് കൊണ്ടും ഒരു വ്യക്തി നേടിയെടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് ആണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അസ്ക്രൈബ്ഡ് മോസ്റ്റ്ലി ബൈ ബർത്ത്. ഇവിടെ റോൾ, സ്റ്റീരിയോ ടൈപ്പിംഗ്, അതുപോലെ തന്നെ പ്രിജുഡീസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് കൺട്രോൾഡ് ബൈ സൊസൈറ്റി. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബൈ സൊസൈറ്റി ഇസ് നോൺ ആസ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടും. അപ്പോൾ ഇവിടെ വ്യത്യസ്ത ഏജൻസികൾ രണ്ട് ഗ്രൂപ്പിലും വരുന്നുണ്ട്. നമ്മൾ സോഷ്യലൈസേഷൻ പഠിച്ച പോലെ തന്നെ ഇതൊക്കെ ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ട് വരച്ച് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമായിരിക്കും നല്ലത്. ആ സ്കെച്ച് നോക്കി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊരു എസ്ഐക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഓരോ ഏജൻസിയും ഏതൊക്കെ കാലഘട്ടത്തിലാണ് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് വേണം എഴുതാൻ. ഇവിടെ ഏജൻസി തുടങ്ങുമ്പോൾ തന്നെ ഫാമിലി, ദെൻ റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ്, റിലീജിയൻ, സ്കൂള്, സൊസൈറ്റി, അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ 3. ഇവിടെ വരുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത്തെ കാര്യം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ ഫാമിലി, മാരേജ്, കിൻഷിപ്പ്. ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, കിൻഷിപ്പ് എന്താണ്, ഇത് ഓരോന്നും അത്യാവശ്യം വേണമെങ്കിൽ ഓരോ ഏരിയയിൽ നിന്ന് ഒരു എസ് എ ആയിട്ടോ ഷോർട്ട് എസ് എ ആയിട്ടോ ചോദിക്കാം. ഫാമിലി ഡിഫൈൻ ചെയ്യുക, ഫാമിലിയുടെ ടൈപ്സ്, അതുപോലെ തന്നെ മാരേജും. അതുകൂടാതെ സോഷ്യോളജി ഇവിടെ മുന്നോട്ട് പോകുന്നതെല്ലാം രണ്ട് ആംഗിളിൽ കൂടിയാണ്, രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൽ കൂടിയാണ്. അതായത് ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് കൂടിയും കോൺഫ്ലിക്റ്റ് വ്യൂവിൽ കൂടിയാണ്. ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇതെല്ലാം നല്ലതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. ഇപ്പോൾ ഫാമിലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ നിലവിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റി മുന്നോട്ട് പോകുള്ളൂ, പ്രോഗ്രസ് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ, ആ രീതി പറയുക. അതുപോലെ തന്നെ ഫാമിലിയിൽ റോളുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഉണ്ട്. ഇവയെല്ലാം അവിടെ കണക്ട് ചെയ്താണ് ഫാമിലി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ചിൽ. ഒരു പോസിറ്റീവ് ആംഗിൾ നോക്കി കാണുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് വ്യൂയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വ്യൂ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇവിടെ ഈ ഫാമിലിയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു ഹയർക്കി ഉണ്ട്, അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്, അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു തരംതിരിവുണ്ട്. ചിലർക്ക് ചില അവകാശം, പ്രിവിലേജസ് ഉണ്ട്, ചിലർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഹയർ സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ അവിടെ ഫാമിലിയിലെ സുപ്പീരിയർ ആയിട്ട് ഫാമിലിയിലെ ഉയർന്ന സ്റ്റാറ്റസിലുള്ള
മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് കോൺഫ്ലിക്റ്റ് വ്യൂവിൽ വെച്ച് പുലർത്തുന്നത്. ഫാമിലിയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, എക്സ്റ്റൻഡഡ് ഫാമിലി. സെക്കൻഡ് അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെട്രിയാർക്കൽ ഫാമിലി, മെട്രിയാർക്കൽ ഫാമിലി. ദെൻ ലൊക്കാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെട്രി ലോക്കൽ ഫാമിലി ആൻഡ് മെട്രി ലോക്കൽ ഫാമിലി. ദെൻ ലീനിയേജിന്റെ അടിസ്ഥാനത്തിൽ പെട്രി ലീനിയർ ഫാമിലി ആൻഡ് മെട്രി ലീനിയർ ഫാമിലി. ദെൻ ഓൾസോ ഇൻ there is also a division on the basis of the membership, that is family of orientation and family of recreation. അതോടെ ഓർത്തിരിക്കുക. തുടർന്ന് മാരേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താ മാരേജിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ മാരേജിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ തന്നെ പല രീതിയിൽ പറയുന്നുണ്ട്. ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുന്നതിൽ കൂടെ മോണോഗമി ആൻഡ് പോളിഗമി. മോണോഗമി മീൻസ് വൺ സ്പൗസ് അറ്റ് എ ടൈം, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു സ്പൗസ് ഉണ്ടാകുന്നതാണ് മോണോഗമി എന്ന് പറയുന്നത്. പോളിഗമി ഈസ് ഡിവൈഡഡ് ഇൻടു പോളിഗിനി ആൻഡ് പോളി ആൻട്രി. അതുപോലെ തന്നെ റൂൾസ് ഓഫ് മാരേജ് എൻഡോഗമി ആൻഡ് എക്സോഗമി. കിൻഷിപ്പ് ഈസ് എ സിസ്റ്റം in which people are related through blood relation and marital relation. Kinship രണ്ട് തരത്തിലുണ്ട്, അഫിനെ കിൻഷിപ്പ് ആൻഡ് കോൺസാഗിനസ് കിൻഷിപ്പ്. കോൺസാഗിനസ് കിൻഷിപ്പ് മീൻസ് പീപ്പിൾ റിലേറ്റഡ് ബൈ ബ്ലഡ് റിലേഷൻ. അതുപോലെ തന്നെ കിൻഷിപ്പിന് ഡിഗ്രി ഉണ്ട്, പ്രൈമറി കിൻഷിപ്പ്, സെക്കൻഡറി കിൻഷിപ്പ് ആൻഡ് ടെർഷറി കിൻഷിപ്പ്. നെക്സ്റ്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താണ് വർക്ക്? വർക്ക് ഈസ് ആൻ എനി എഫേർട്ട് വിച്ച് ഈസ് റെമ്യൂണറേറ്റഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് പണമായി പ്രതിഫലം ലഭിക്കുന്ന ഏതൊരു പ്രയത്നത്തെയുമാണ് വർക്കായിട്ട് കണക്കാക്കുന്നത്. തുടർന്ന് ഡിവിഷണൽ ലേബർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കിടക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ പവർ ആൻഡ് അതോറിറ്റി ആണ്. എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് എലമെന്റ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് ആണ്. സോവേർണിറ്റി, സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി, ഇതൊക്കെയാണ്. അതേസമയം എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവേർണിറ്റി. തുടർന്ന് സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ, രാഷ്ട്രീയാവകാശങ്ങൾ, സാമൂഹ്യാവകാശങ്ങൾ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ദെൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അവിടെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ബൈ മാക്സ് വെബർ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, അതിനെക്കുറിച്ചും ഒന്ന് വേണ്ടുന്ന കാര്യങ്ങളൊന്ന് നോക്കി പോവുക. ദെൻ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് എഡ്യൂക്കേഷൻ? ഗാന്ധിജിയുടെ ഡെഫിനേഷൻ ഉണ്ട്, അത് മനസ്സിലാക്കി പോവുക. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷൻ നോക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. വേണമെങ്കിൽ എസ്എ ആയിട്ട് എഡ്യൂക്കേഷൻ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്എ ആയിട്ടോ എഡ്യൂക്കേഷൻ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് ഡ്രോപ്പ് ഔട്ട് ആൻഡ് സ്റ്റാഗ്നേഷൻ, അതും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കുക. കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ ഈസ് മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, 4ാമത്തെ ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കൾച്ചർ? കൾച്ചറിന്റെ ഡെഫിനിഷൻ ടൈലറിന്റെ ഡെഫിനിഷൻ ആണ്, റിച്ച് ആയിട്ടുള്ള ഡെഫിനിഷൻ. കൾച്ചർ ഇസ് ദ ഇന്റഗ്രൽ ഹോൾ ഓഫ് നോളജ്, ബിലീഫ്സ്, തോട്ട്സ്, ഇമോഷൻസ് എക്സെട്ര ദാറ്റ് മാൻ അറ്റൈൻഡ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ ലൈഫ്. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള അറിവ്, കലാചാര എല്ലാത്തിന്റെയും ആകത്തുകയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൾച്ചറിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രധാനമായും കൾച്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഇവിടെ നോൺ മെറ്റീരിയൽ കൾച്ചറിനെ നിങ്ങൾക്ക് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, നോമേറ്റീവ് ആസ്പെക്ട് ഓഫ് കൾച്ചർ ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. അപ്പോൾ അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കൾച്ചറൽ ലാഗ് എന്നാൽ എന്താണ്? കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും വ്യത്യസ്ത സ്പീഡിലാണ് ചേഞ്ച് ആകുന്നത്. അതായത് മെറ്റീരിയൽ കൾച്ചറിനെ അപേക്ഷിച്ച് നോൺ മെറ്റീരിയൽ കൾച്ചർ വളരെ സാവധാനത്തിലാണ് ചേഞ്ചിന് വിധേയമാകുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് അല്ലെ ലാഗ് ഉണ്ടാകുന്നു. ഇതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എഥനോസെൻട്രിസിസം, കോസ്മോപൊളിറ്റാനിസം ഇമ്പോർട്ടന്റ് ആണ്. എഥനോസെൻട്രിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കൾച്ചറിനെ വിലയിരുത്തുകയാണ്. അവിടെ ഒരു കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു നമ്മുടെ കൾച്ചർ സുപ്പീരിയർ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും അവിടെ കിടപ്പുണ്ട്. ഓക്കെ. തുടർന്ന് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ കൾച്ചറിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇതിനെ തുടർന്ന് കൾച്ചറൽ ചേഞ്ചിലേക്കാണ് വരുന്നത്. കൾച്ചറൽ ചേഞ്ച് എന്നാൽ എന്താണ്? അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദി നോംസ് ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിന്റെ നിയമങ്ങൾ കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ. ഇവിടെ സോഷ്യലൈസേഷന്റെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, നേരത്തെ സോഷ്യൽ കൺട്രോൾ കണ്ട പോലെ തന്നെ ഇവിടെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനും ഒരു എക്സൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ നല്ല ഒരു ടോപ്പിക് തന്നെയാണ്. ഇവിടെയും ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് സ്കെച്ച് ചെയ്തിട്ട് അതിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് മിസ് ചെയ്യാതെ എഴുതി പോകാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ ഏജൻസി എന്ന് പറയുന്ന ഫാമിലിയാണ്. ദെൻ റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ്, റിലീജിയൻ, സ്കൂള്, സൊസൈറ്റി, അങ്ങനെ പിയർ ഗ്രൂപ്പ്, അങ്ങനെ അങ്ങ് പോവുകയാണ്. അവിടെ ഓരോ ഏജന്റും ഏത് പ്രായത്തിലാണ് വ്യക്തിയെ സോഷ്യലൈസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സോഷ്യലൈസ് ചെയ്യുന്നതെന്ന് വേണം എഴുതി പോകാൻ. സോഷ്യോളജി ഒരു സയൻസ് ആകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആണ് സോഷ്യോളജിയിലുള്ള റിസർച്ച്, അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിസർച്ച്. അപ്പൊ നെക്സ്റ്റ് 5ാമത്തെ ചാപ്റ്ററിലുള്ള 5th ചാപ്റ്റർ സോഷ്യൽ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച്. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയേണ്ടത് എന്താണ് റിസർച്ച്, എന്താണ് സോഷ്യൽ റിസർച്ച് എന്നുള്ളതാണ്. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ് ആണ്. തുടർന്ന് എപ്പോഴാണ് റിസർച്ച് ചെയ്യുന്നത്? വെൻ ദർ ഇസ് എ പ്രോബ്ലം വി ഡു റിസർച്ച് ടു സോൾവ് ഇറ്റ്. അപ്പം റിസർച്ചിന്റെ സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തേന്ന് ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ ഡിഫൈനിങ് ദി പ്രോബ്ലം, ദെൻ റിസർച്ച് സ്റ്റഡി, പ്രീ ടെസ്റ്റ്, പൈലറ്റ് സ്റ്റഡി, ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും വരുന്ന സ്റ്റേജുകൾ. അപ്പോൾ റിസർച്ചിന്റെ മെത്തഡോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മെത്തേഡിൽ കൂടിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിനാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ
സോഷ്യൽ റിസർച്ചിൽ, പ്രത്യേകിച്ചും സോഷ്യോളജി പോലെയുള്ള വിഷയങ്ങളിലെ സോഷ്യൽ റിസർച്ചിൽ അതിന്റെ സയന്റിഫിക് നേച്ചർ അല്ല ഒബ്ജക്ടിവിറ്റി നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പം ബയസിംഗ് ഒഴിവാക്കുക, സെൽഫ് റിഫ്ലക്റ്റീവ് കൂടുതൽ യൂസ് ചെയ്യുക, മൾട്ടി മെത്തേഡുകൾ, മുൻവിധികൾ, അതുപോലെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ട്രൂത്ത്, മൾട്ടിപ്പിൾ പോയിന്റ്സ് ഓഫ് വ്യൂസ്, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേരിയബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് തരം വേരിയബിൾസ് ഉണ്ട്, മൈക്രോ ആൻഡ് മാക്രോ വേരിയബിൾസ്. അതുപോലെ തന്നെ റിസർച്ചിൽ 2 ടൈപ്സ് ഓഫ് ഡേറ്റ, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ ഇസ് എ ഫ്രഷ് ഹാൻഡ് ഡേറ്റ, അതായത് ഡേറ്റ കളക്ടഡ് അറ്റ് ഫസ്റ്റ് ടൈം, നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. മറ്റുള്ളവർ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റ. അങ്ങനെയുള്ള 2 ടൈപ്സ് ഡേറ്റ. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. റിസർച്ച് നമ്മൾ വേരിയബിൾസിൽ ഉണ്ടാകുന്ന വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി ഓഫ് റിസർച്ച് പ്രധാനമായും വരുന്നത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, സർവേ, ഇതൊക്കെയാണ് വരുന്നത്. ഒബ്സർവേഷൻ തന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്. ഒബ്സർവേഷൻ മീൻസ് ലുക്കിംഗ് വിത്ത് എ പർപ്പസ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫീൽഡ് വർക്ക്. സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ കളക്ഷൻ മെത്തേഡാണ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്കിന്റെ ഉപജ്ഞാതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ബ്രോണിസ്കോ മലിനോസ്കിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ച് എം.എൻ. ശ്രീനിവാസ് വളരെയധികം ഫീൽഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം പല ഡേറ്റകളും പല സ്റ്റഡികളും ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇത്തരം ഫീൽഡ് വർക്കിന്റെ ബേസിലുള്ളവയാണ്. ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് എം.എൻ. ശ്രീനിവാസിന്റെ റിമെമ്പേർഡ് വില്ലേജ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. മൈസൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അദ്ദേഹം വളരെ വർഷങ്ങളോളം നടത്തിയ ഫീൽഡ് വർക്ക്, അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഫീൽഡ് വർക്കിന്റെ ഭാഗമായി അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ഒരു ബുക്കായിട്ട് അവിടെ രചിച്ചിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ആ ബുക്ക് നശിച്ചു പോവുകയും തുടർന്ന് പിന്നീട് അദ്ദേഹം തന്റെ ഓർമ്മയിൽ നിന്ന് വീണ്ടും ആ ബുക്ക് അല്ലെങ്കിൽ ആ ഗ്രന്ഥം റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ബുക്കിന് റിമെമ്പേർഡ് വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്നത്. ആ വില്ലേജിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് രാംപുര എന്നാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ലിമിറ്റേഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലിമിറ്റേഷൻസ് ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. തുടർന്ന് സർവേയുമായി ബന്ധപ്പെട്ട് എന്താണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് സർവേ, എന്തിനാണ് സർവേ നടത്തുന്നത്, ഏതൊക്കെ ടൈപ്പ് സർവേ ആണുള്ളത്, സർവേയിലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആരാണ്, റിസർച്ച് അസിസ്റ്റന്റ് ആരാണ്. അതുപോലെ തന്നെ സർവേയുമായി ബന്ധപ്പെട്ട് സാമ്പിളിംഗ്, ആക്ച്വൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സാമ്പിൾ. അത് ഒരു പോപ്പുലേഷനെ ശരിക്കും പ്രതിനിധീകരിക്കുന്ന അതിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ചുരുക്കം ചില ഐറ്റംസിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ ലാർജ് ആകുമ്പോൾ നമുക്ക് എല്ലാവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരുമ്പോൾ അവരിൽ നിന്ന് കുറച്ചുപേരെ തെരഞ്ഞെടുക്കുന്നതിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സാമ്പിൾ ആ പോപ്പുലേഷന്റെ എല്ലാ സ്വഭാവവും കാണിക്കണം. സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. തുടർന്ന് സാമ്പിളിംഗുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയുള്ള എററുകൾ, നോൺ സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് എറർ, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. തുടർന്ന് എന്താണ് സെൻസസും എന്താണ് സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കിയിരിക്കുക. സെൻസസിനകത്ത് ഓൾ ഐറ്റം ഇൻ ദി പോപ്പുലേഷൻ ആർ അണ്ടർ അവർ സ്റ്റഡി. അപ്പം പോപ്പുലേഷനിലുള്ള എല്ലാ ഐറ്റംസിനെ കുറിച്ച് പഠിക്കുന്നതാണ് സെൻസസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് നടന്ന 2011 സെൻസസ്. 2021 നടക്കേണ്ടിയിരുന്നു, അത് നടന്നില്ല. അതിപ്പോൾ 2026 കാലഘട്ടത്തിലാണ് അത് നടക്കാൻ പോകുന്നത്. തുടർന്ന് ഇന്റർവ്യൂ എന്താണ്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഇസ് എ പ്രോസസ് ഓഫ് കളക്ടിംഗ് ഇൻഫർമേഷൻ ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ കളക്ടിംഗ് ഇൻഫർമേഷൻ ബൈ ആസ്കിംഗ് ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയോ ചോദ്യങ്ങൾ ചോദിച്ചോ അവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർവ്യൂവിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, രണ്ട് തരത്തിലുള്ള ഇന്റർവ്യൂ ആണുള്ളത്, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയിരിക്കുക. ഇവയൊക്കെയാണ് സാധാരണ രീതിയിൽ പ്ലസ് വൺ സോഷ്യോളജി 2026 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനുകളുടെ ആദ്യത്തെ വീഡിയോ സെഷനാണിത്. ഈ ഒരു വീഡിയോ സെഷനിൽ ഈ കാര്യങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ കൂടുതൽ ചോദിച്ചു കാണുന്നതും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ക്വസ്റ്റനുകളും അവയുടെ ആൻസറും. അപ്പോൾ നിങ്ങൾ നന്നായി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക. തുടർന്ന് അടുത്ത വരുന്ന വീഡിയോ സെഷനിൽ കൂടെ ബാക്കി ചാപ്റ്ററുകളിൽ പ്രധാനമായും സാധാരണ രീതിയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.